നമ്മുടെ പുതിയൊരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നു റെയിൻബോ കളർ തിങ്സ് ഫൈൻഡിങ് ചലഞ്ച്. അപ്പോ നമ്മള് A to Z ഫൈൻഡിങ് ചലഞ്ച് ചെയ്തപ്പോൾ ഞാനും മൃദുലയും അടിയായിരുന്നു. അപ്പൊ അതിനടിയിൽ മൊത്തവും കമന്റ് ആയിരുന്നു, നിങ്ങൾ ഇത് എന്താണ് പിള്ളേരെ, കുഞ്ഞു പിള്ളേരാണോ? യെസ്, നമ്മള് ഗെയിം കളിക്കുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തും. പിന്നെ അവൾ എന്റെ ഒരു എന്ത് പറയണേ, നമ്മളൊരു മൂഡിലാവും, ആ ഒരു വൈബിലാവും ഗൈസ്. അങ്ങനെയാണ്. ആക്ഷൻ അല്ലേ, നമ്മുടെ പുറകെ ഓടി നടക്കുന്ന ഫ്രണ്ടാ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ ചലഞ്ച് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ ടൈമിൽ നമ്മൾ ഓരോ കളർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അടിയാവും. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള കുറച്ച് റൂൾസ് ആദ്യമേ വെക്കുവാണ്. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഇത് അടിയിലെ കലാശിക്കും, അധികം റൂൾസ് ഉണ്ട്. സോ നമ്മുടെ റെയിൻബോ കളറിൽ എത്ര കളർ ഉണ്ട്? 7. ഏതൊക്കെയാണ്? റെഡ്, ഞാൻ പറയാമേ. റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിഗോ, ലാസ്റ്റ് യെല്ലോ. ഞാൻ പറഞ്ഞു ഇൻഡിഗോ കഴിഞ്ഞ ഒരെണ്ണോടുണ്ട്. ബ്ലാക്ക്. ഏത് മഴവില്ല ബ്ലാക്ക്. ഇനി ഏട്ടന്ന് പറഞ്ഞേ. അതെ, ആ കളർ കൊണ്ട് ഗൈസ്. അപ്പം നമ്മൾ കണ്ട ഈ ബൗളിനകത്ത് എല്ലാ കളറും നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ ഇതിന് നമ്മൾ അറ്റ് എ ടൈം ഓരോരുത്തർ ഒരെണ്ണം എടുക്കും. അതായിരിക്കും വെറുതെ എടുത്താൽ പോരാ, നമ്മൾ എടുക്കുന്ന ചാൻസ് ഇങ്ങനെ സ്റ്റോൺ പേപ്പർ സിസ്റ്റർ കളിച്ചിട്ടായിരിക്കും എടുക്കാനുള്ള ചാൻസ് കിട്ടും. അപ്പം ആദ്യം എനിക്ക് റെഡ് ആണ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും സ്റ്റോൺ പേപ്പർ സിസ്റ്റർ കളിക്കും. എന്നിട്ട് അതിൽ ആരാണോ ഫസ്റ്റ് സെലക്ട് ആവുന്നത് അതിൽ ആദ്യം അയാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സോ 1 മിനിറ്റ് ആണ്, ഇതാണ് പ്രധാന റൂൾസ്. 1 മിനിറ്റ് ആണ് നമുക്ക് ടൈം ഉള്ളൂ. ഈ 1 മിനിറ്റിനുള്ളിൽ ഈ വീട്ടിനകത്തുനിന്നുള്ള കിട്ടുന്ന കളറല്ല, ഈ വീടിനകത്തുനിന്നുള്ള മാക്സിമം സാധനം കളക്ട് ചെയ്ത് നമ്മുടെ ഈ ബോക്സിൽ ഇടണം ഗൈസ്. അപ്പം അതായിരിക്കും നമ്മുടെ ചലഞ്ച്. അപ്പൊ 1 മിനിറ്റ് കൊണ്ട് ഇതിനെ എടുത്തിട്ട് അപ്പം 1 മിനിറ്റ് കൊണ്ട് ഒരു നല്ല സോടി അവൻ എത്ര സുഖമില്ല, ബോക്സ് നശിപ്പിക്കല്ലേ. അപ്പം ഈ 1 മിനിറ്റ് കൊണ്ട് നമ്മള് ഈ ഒരു പെട്ടിക്ക് അപ്പം 1 മിനിറ്റ് കൊണ്ട് ഇത് തീർന്നില്ലേ? ഞാൻ കുറെ നേരം കൊണ്ട് 1 മിനിറ്റ് പറയുന്നത് ഒന്ന് പറ. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന കളറിൽ ഈ വീട്ടിനുള്ളിൽ സാധനങ്ങൾ മാക്സിമം പറക്കി ഈ ബോക്സിൽ കൊണ്ടിടണം. അതിലും കുറച്ച് റൂൾസ് ഉണ്ട്. എന്തൊക്കെയാന്ന് പറയൂ. ടോയ്സ് എടുക്കാൻ പാടില്ല. അതായത് ടോയ്സ് ആകുമ്പോൾ ഇഷ്ടം പോലെ സാധനമുണ്ട്, അത് കളർഫുൾ ആയിട്ട്. ഗാഡ്ജറ്റ്സ് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്റെ ബ്യൂട്ടി പ്രോഡക്ട്സ് എടുക്കാൻ പാടില്ല. സോ ബാക്കി എല്ലാ പ്രോഡക്ട്സും അല്ല, തീർന്നില്ല. ഡ്രസ്സസ് എടുക്കാൻ പാടില്ല. പല കളറിലുള്ള ഡ്രസ്സ് കൊണ്ടും കിട്ടാതില്ല. ഡ്രസ്സസ് എടുക്കാൻ പാടില്ല. സോ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എന്നാ ചോദിക്കും, ഇനി എന്താ ബാക്കി സാധനങ്ങൾ? ഒരുപാടുണ്ട്. തപ്പി കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ചലഞ്ച്. അപ്പൊ 1 മിനിറ്റ് ആണ് ടൈം. 1 മിനിറ്റിനുള്ളിൽ ബോക്സ് ആര് നിറയ്ക്കുന്നോ അവരായിരിക്കും പിന്നെ. അങ്ങനെ ഈ 7 റൗണ്ട് ഉണ്ടായിരിക്കും. 7 കളറല്ലേ, 7 റൗണ്ട് ഉണ്ടായിരിക്കും. ആ 7 റൗണ്ടിൽ കൂടുതൽ മാർക്ക് ആരാണോ കരസ്ഥമാക്കിയത് അവർ വിജയിക്കും. വിജയിക്ക് എന്തെങ്കിലും പ്രൈസ് എന്റെ ഒരു ഉമ്മ. അപ്പൊ നീയാ ജയിക്കുന്നെങ്കിൽ നീ തന്നെ നോക്കൂ. അപ്പൊ നമ്മുടെ ചലഞ്ച് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു റൂൾസ് വെച്ചിരിക്കുന്നത് ഞാനും മൃദുലയും അടികൂടെ ഇരിക്കാനാണ്. ഇല്ലെങ്കിൽ ഞാൻ അവളെ അന്നത്തെ കണക്ക് എടുത്ത് എറിയാം. ആണല്ലേ, അപ്പൊ അറിയാല്ലേ, അന്ന് അറിയാതെ വീണ സംസാരിക്കാൻ ഓർക്കാൻ പോലും എനിക്കത് താല്പര്യമില്ല. തുടങ്ങാം. ലെറ്റ്സ് ഗോ. ഇവ ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് പറഞ്ഞ പോലെ തോന്നി. തുടങ്ങാം. ലെറ്റ്സ് ഗോ. ആരാ ഹാപ്പി ബർത്ത്ഡേ? അവറായി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ. അപ്പൊ ഗൈസ്, ആദ്യത്തെ കളർ 7 കളറിൽ ആരെടുക്കും? ഞാൻ തന്നെ എടുക്കാം. കാരണം എന്താണെന്നറിയാം, ആദ്യം ആരെടുക്കും എന്ന് ചോദിച്ചാ, ഇപ്പൊ ആ ഒരു കളർ ആദ്യം കുറച്ച് കാണുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ സാധനങ്ങൾ അവിടെ തന്നെ ഇരിക്കും. പിന്നെ മറ്റേ ആള് പോയി എടുക്കുന്ന ടൈമില് ടഫ് ആയിരിക്കും. അതെ, അപ്പൊ ആദ്യം കിട്ടുന്ന ആൾക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിരിക്കും. സോ ആദ്യം കിട്ടണേ ദൈവമേ. ഞാൻ ഒരു കളർ എടുക്കുവോ? കളർ കിട്ടിയിട്ട് സ്റ്റോൺ പേപ്പർ എടുത്താലും പോരെ? ആ കളർ ചൂസ് ചെയ്യുന്ന, അപ്പൊ പിന്നെ കളർ എടുക്കുന്ന ആ ടൈമിലെല്ലാം ഓർത്ത് വെച്ചൂടെ, നോക്കി വെച്ചൂടെ? ഓ അങ്ങനെ. അപ്പൊ ശരി, സ്റ്റോൺ പേപ്പർ.
സ്റ്റോൺ പേപ്പർ സ്റ്റോൺ പേപ്പർ പെൻസിൽ സിസർ ആണ്. പെൻസിൽ എങ്ങനെ കാണിക്കും? പെൻസിൽ ഇങ്ങനെ പെൻസിലുണ്ട് പെൻസിലുണ്ട് സ്റ്റോൺ പേപ്പർ ഇപ്പഴേ അടി തുടങ്ങി. പെൻസിൽ എങ്ങനെ വെട്ടും പറ? എന്റെ കളിയിലൊക്കെ ഞാൻ കുഞ്ഞിലെ കളിച്ചിലൊക്കെ പെൻസിൽ ഉണ്ട്. എങ്ങനെ വെട്ടും? കൊടുവാളെടുത്ത് ഞാൻ വെട്ടില്ല. പെൻസിലില്ല. പെൻസിലില്ല. സ്റ്റോൺ പേപ്പർ സിസർ. ജിമിനെടുത്ത് ചോദിക്കണം. ശരി എന്നാ ശരി. പെൻസിൽ ആഡ് ചെയ്യുമ്പോ എങ്ങനെ വരും? ശരി ആഡ് ചെയ്യാം. പെൻസിൽ ഇങ്ങനെ വരും. അതെന്തിന്റെ ശരി പേപ്പറിനോട് കുത്തി വരയ്ക്കാൻ. അപ്പൊ ആര് ജയിക്കും? പെൻസിൽ ജയിക്കും. സ്റ്റോൺ വരുമ്പോ സ്റ്റോൺ ജയിക്കും. പിന്നെ സിസർ വരുമ്പോഴോ പേപ്പർ കട്ട് ചെയ്ത് തരും. സിസറിന് പെൻസിലിനെ വെട്ടാലോ? ഓക്കേ വാ റെഡി. സ്റ്റോൺ പേപ്പർ പെൻസിൽ സിസർ. ഓക്കേ. ഒന്നുമില്ല. സ്റ്റോണിനെ ഞാൻ പേപ്പർ ഉണ്ടെങ്കിൽ പൊതിഞ്ഞു. ശരി. അപ്പൊ ഗൈസ് മൃദുല ചൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ലക്കി പേഴ്സൺ. എല്ലാത്തിലും ഭയങ്കര ലക്കിയാണ് ഗൈസ്. ടൈമർ അവിടെ സെറ്റ് ആണ്. ഞാൻ ടൈമർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യും. അവള് കളർ വായിക്കുക. ടൈമർ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഓടുക. നീ തന്നെ സ്റ്റാർട്ട് ചെയ്തോ. ഓക്കേ റെഡി? ഏതാണെന്ന് കൂടി ഒന്ന് പറയണേ. അത് പറയും. ഓറഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ഓറഞ്ച് ഗൈസ് 3 സെക്കൻഡ് ആയിട്ടുണ്ട്. 3 സെക്കൻഡ്സ്. അതിനകത്ത് യെല്ലോ ഉണ്ട്. ഓറഞ്ച് മാത്രമേ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ പൂർത്തി വെച്ചേക്കുമായിരുന്നു. ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇത് ഓറഞ്ച്. ഓക്കെ. ഇതിപ്പോ നമുക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടിയെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഓരോരോ സാധനങ്ങൾ കൊണ്ടിടാം. അതായത് കൈ നിറച്ച് വാരി കൊണ്ടിടല്ലേ. ഒരു സാധനം കിട്ടി അത് ആദ്യം ബോക്സിൽ കൊണ്ടിടണം. എന്നിട്ട് അടുത്ത സാധനം എടുക്കാവോ? 34 സെക്കൻഡ്. ഇതിൽ ബ്ലാക്ക് ഉണ്ട്. അത് പറ്റത്തില്ല. അത് ബ്ലാക്ക് ആണ്. ഒരു ഡോമിനേറ്റ് ചെയ്തേക്കണം ഓറഞ്ച്. ഞാൻ വഴിക്കരുത്. ക്യാമറ നോക്കട്ടെ, ടൈം നോക്കണം, എല്ലാം നോക്കണം. ഇതിലൊന്നുമില്ല. അത് പറ്റത്തില്ല. ടൈം 1 മിനിറ്റും 1 സെക്കൻഡും. അത് പറയാൻ പറ്റില്ല. ഞാൻ എടുക്കും ഗൈസ്. അപ്പം 1 മിനിറ്റും 1 സെക്കൻഡും ആണ് ആയിരിക്കുന്നത്. അപ്പൊ മൃദുല എത്ര ഐറ്റമാണ് എടുത്തിരിക്കുന്നത്? 1 2 3 4 ഗൈസ്. അപ്പം ടോട്ടൽ 4 ഐറ്റമാണ് മൃദുല എടുത്തിരിക്കുന്നത്. ഓക്കെ നൈസ്. വെറൈറ്റി ആയിട്ട് ഇതാവുമ്പോ അടിയില്ല. ഇല്ലെങ്കിൽ ഇവിടെ കിടന്നു ഓട്ടോ ബഹളവും. ഓക്കെ അല്ലേ? അടുത്ത ഞാൻ. അപ്പൊ കളർ എടുക്കേണ്ട ആവശ്യമില്ല. നിനക്ക് ഇപ്പൊ തിങ്ക് ചെയ്യാൻ ഇപ്പൊ കുറെ സമയം കിട്ടി. സത്യം പറഞ്ഞാൽ സെക്കൻഡ് കിട്ടുന്നവർക്ക് അഡ്വാൻറ്റേജ്. ഒരിക്കലും അല്ല. എനിക്കൊന്നും അറിയാൻ വയ്യ എവിടെയൊക്കെയാണ്. കണ്ണ് പക്ഷെ പരതുന്നു. വീട് മൊത്തം പരതുന്നു. മേലുണ്ടോ? വീട്ടിന് മേളിൽ പോകാൻ പറ്റുമോ? പറ്റും. ഓക്കെ അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണേ. സ്റ്റാർട്ട്. ആദ്യം ഓറഞ്ച്. എനിക്ക് അറിയാം ആദ്യം ഓറഞ്ച് എടുക്കുമെന്ന്. ഫ്രിഡ്ജാടാ. ഞാൻ അടയ്ക്കാം. ഓറഞ്ച്. അതെന്തോന്ന് എന്തോ കൊണ്ടുപോയത്. ഓറഞ്ച്. ഓറഞ്ച് മാത്രം ഇട്. അത് യെല്ലോ ആണ്. രണ്ടാമത്തെ സാധനം ഡിസ്ക്വാളിഫൈ. ഓറഞ്ച് പറഞ്ഞാ ഓറഞ്ച് എടുക്കണം കേട്ടോ. ഓറഞ്ച് ഡബ്ബയൊക്കെ ഇരിക്കുന്നു കണ്ടില്ലേ? അതൊക്കെ ഓറഞ്ച്. അതൊക്കെ ഞാൻ സമ്മതിക്കും. ജസ്റ്റ് മിസ്. ഇതാ അമ്പൂട്ടം വരുന്നോണ്ടേ നമുക്ക് അങ്ങനെ ടൈം നോക്കുന്നുണ്ടോ? അയ്യോ ഇല്ല. 54 സെക്കൻഡ്. 55 56 58. അത് ഓറഞ്ചല്ലത് മഞ്ഞയാ. ടൈം അപ്പ്. എവിടെ പോവാ? ടൈം ഒക്കെ ആയി. ഇത് ഓറഞ്ച് അല്ലേ? അല്ലല്ല, രണ്ടും ഒരു കളർ അല്ലേ? ഇത് ഓറഞ്ച് അല്ലേ? അത് ഓറഞ്ച്. അത് ഞാൻ സമ്മതിക്കാം. ഇത് ഓറഞ്ച് അല്ലേ? അത് ഓറഞ്ച്. അത് ഞാൻ സമ്മതിക്കാം. ഇത് ഓറഞ്ച്. ഇത് ഓറഞ്ച് അല്ല ഗൈസ്. നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും ശരി, ഇത് ഓറഞ്ച് അല്ല. ഇത് എവിടെ കൊണ്ട് ഓറഞ്ച്? ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ ആക്കാം. അതുപോലെ തന്നെ ഇത് മഞ്ഞയാണ്. പക്ഷെ പോട്ട് സാരയില്ല. കണ്ടോ, ഇത് മഞ്ഞയാണ്, ഇത് ഓറഞ്ച് അല്ലാണ്ടേ. എവിടെ പകല് വ്യത്യാസം. വേണേ അത് വെച്ചോ, കുഴപ്പമില്ല.
ഓക്കെ. ഇത് ഓറഞ്ച് ആണ്, ഇത് ഓറഞ്ച് ആണ്, ഇതിൽ ഓറഞ്ച് ഇത് ഓറഞ്ച് അല്ല. അല്ല കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഇത് ഓറഞ്ച്, പിന്നെ ഓറഞ്ച് ആണ് കളർ ഇല്ലെങ്കിലും. 1 2 3 4 4 ഐറ്റം. 1 2 3 4 ടൈറ്റായി. 4 ടൈറ്റായി. ഇപ്പൊ ഞാൻ ഇത് ഡിസ്ക്വാളിഫൈ ചെയ്യും. അത് വരത്തില്ല, ക്വാളിഫൈ ആണെന്ന് പറഞ്ഞില്ലേ. അതല്ലാണ്ട് ഇവിടെ കുറച്ച് ഓറഞ്ച് ഉണ്ട്. എടേ, ഇത് ഞാൻ സമ്മതിക്കാം, പക്ഷെ ഇതിൽ ഓറഞ്ച് ഉണ്ടെന്ന് പറയരുത്, ഞാൻ വിശ്വസിക്കില്ല. ഇത് സമ്മതിക്കാം ഞാൻ. 1 1 ആദ്യത്തെ റൗണ്ട്. ആദ്യത്തെ 2 1 1. ഓക്കെ, അപ്പൊ അടുത്ത കളർ വരട്ടെ. സ്പിരിറ്റ്. പക്ഷെ അമ്പൂട്ട് ശ്രദ്ധിച്ചോടണേ. ഞാൻ അവനെ കണ്ടായിരുന്നു. ഞാൻ പേടിച്ചു കുറച്ച് നേരത്തേക്ക്. ഓക്കെ 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 ഗായ്സ്, അപ്പോ നമുക്ക് അടുത്ത കളർ ചൂസ് സെക്കൻഡ് റൗണ്ടിലോട്ട്. ഫസ്റ്റ് റൗണ്ടിൽ 1 1 ആയിരുന്നു. സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാം. സ്റ്റോൺ പേപ്പർ പെൻസിൽ സീസർ. പോടി ഊളെ. ഞാൻ ചൂസ് ചെയ്യട്ടെ? അല്ല, വേണമെങ്കിൽ ടൈമർ ഞാൻ തിങ്ക് ചെയ്യാൻ സമയം. കളർ എടുക്കാൻ പോകുന്നേ ഉള്ളൂ, ഇപ്പഴേ തിങ്ക് ചെയ്യണ്ട. ഈ 1 മിനിറ്റ് 2 മിനിറ്റ് ആക്കിയായിരുന്നില്ലേ, പെട്ടെന്ന് തീർന്നു. 1 മിനിറ്റ് ആരെ കൊണ്ടുവന്നേ? നെല്ലി. ഓക്കെ, അപ്പൊ കളർ എടുത്തോളൂ. സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ. ഓ മൈ ഗോഡ്. എടാ പിച്ചിയോടാ നീ. ഓ മൈ ഗോഡ്, യെല്ലോ. നേരത്തെ എല്ലാന്ന് പറഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ എടുക്കാം. ഓരോന്നോരോന്ന് എടുക്കാൻ പാടില്ല. കുഞ്ഞിനെ തള്ളിയിടില്ല, അവന് കളിയാട്ടോ. കുഞ്ഞ് 25 സെക്കൻഡ്. ഓക്കെ ഓക്കെ ഓക്കെ. എടാ വിടുക 42. ഓ ടോയ്സ് പാടില്ല. 52 സെക്കൻഡ്. 55 56. ടൈം അപ്പ്. ഇട്ടോ ടൈം അപ്പ്. അത് എടുത്തല്ലോ, കയ്യിലെടുത്തല്ലോ. ഇങ്ങ് കൊണ്ടുവന്നില്ലേ? ഞാനും ഓറഞ്ച് കയ്യിലെടുത്തായിരുന്നു, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പൊ എണ്ണ ഇഷ്ടപ്പെട്ടല്ലേ കളി? അടിപൊളി കളി. ഊട്ടിപ്പൂവ്, ഇത് ഓയില്, സൺഫ്ലവർ ഓയില്, ഇത് പോട്ട്, പിച്ച് എടുത്ത്. അയ്യോ, എനിക്ക് സങ്കടമായി. ടവല്, ലെമൺ, ടോയ്. ഇത് ടോയ് അല്ല, നമ്മൾ ഉണ്ടാക്കിയ ക്ലേ ആണ്. ടോയ് അല്ല, പോട്ടെ. കല്ല്, സ്റ്റോൺ. അപ്പൊ എത്ര ആയിട്ട് എണ്ണാം? 1 2 3 4 5 6 7 8 ആയിട്ട്. ഇല്ല, ഇത് എനിക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. ഞാൻ പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ ഞാൻ എടുത്തില്ല. ബ്രില്യന്റ്. ഓക്കെ, അമ്പൂട്ട് നമ്മളെ കൂടെ ഓടും കേട്ടോ. അപ്പൊ ഇനി എനിക്കൊരു ഹെൽപ്പ് ചെയ്യേണ്ടത്, എനിക്ക് ഇതിനെ പോലെ ചാടി പറയാൻ പറ്റില്ല. ഇവ ഇവിടെ നിന്നാ ഞാനും അവനും വീഴും. അവനെ നോക്കിയത് ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ ഓടാം. അപ്പൊ ഗൈസ്, എന്റെ കയ്യിൽ അമ്പൂട്ടിനെ ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ടൈമർ ഇടയ്ക്ക് ഒന്ന് നോക്കേണ്ടി വരും. സ്റ്റാർട്ട്. എല്ലാം വെച്ച് ഓരോ പ്രൊഡക്റ്റെ കൊണ്ട് ഇടാൻ പറ്റും, അതുകൊണ്ട് നല്ല ടൈം പിടിക്കും. ഇവർക്ക് അറിയാം ഗൈസ്. എടി മിടുക്കി നിനക്ക് ചളവറ എടുക്കുന്നു. ഇതെല്ലാം ആണല്ലോ, അതിൽ ബ്ലാക്കും ഉണ്ട്. അത് ലാസ്റ്റ് നോക്കും. ഞാൻ എടുത്ത സാധനം എടുക്കാൻ പറ്റത്തില്ലേ? അതെടുക്കുന്നില്ല. ഒന്നേ എടുക്കാൻ പറ്റത്തുള്ളല്ലേ? ഭയങ്കര കളി. ടൈമർ 32 സെക്കൻഡ് ഗൈസ്. എവിടെ അടുക്കള മൊത്തം കളിയാട്ടോ ഇത്. അതെങ്ങനെയല്ല ഗൈസ്. 46 seconds, 47 seconds, 48 seconds. ഇത് മൊത്തം അടുക്കള ടൂറാണല്ലോ. 57, 58, 59, 1 minute. അയ്യോ, ഞാൻ എല്ലാ അടുക്കളയും വെച്ച് കണ്ടോ, ഞാൻ ഇറങ്ങും പോയില്ല. ഞാൻ ഇതിൽ നിന്ന് സൂക്ഷ്മ ഇത് ഞാൻ ക്വാളിഫൈ ആവുന്നു. ഞാൻ ഇടേ. ഓക്കെ, ഇത് ക്വാളിഫൈ ആണ്. 1
ഓക്കെ ഓക്കെ, ഇതും ക്വാളിഫൈ ആണ്. 2 ഇത് ക്വാളിഫൈ ആണ്. 3 അത് ക്വാളിഫൈ ആണ്. മഞ്ഞയാണല്ലോ കേട്ടോ. ആക്ച്വലി ഇത് മഞ്ഞ മാത്രമല്ലടാ. എടാ അങ്ങനെയാണെങ്കിൽ ഇതോ, ഇതിന്റെ കൂടി ബ്രൗൺ കളർ കൂടെ ഇത് മഞ്ഞയാണ് ഡോമിനേറ്റ്. ഇത് ഡോമിനേറ്റ് മഞ്ഞയാണ്. എടാ ഇത് ബ്ലാക്ക് ആണ് കൂടുതല്. ലൈക്ക് ബ്ലാക്ക് എന്തായാലും ഈ കളർ ഇല്ല. അപ്പൊ ഇച്ചിരി ഒരു പോട്ട് വേണ്ട, ഇത് തർക്കിക്കാൻ വയ്യ. ഇത് പൂവാണല്ലോ, മഞ്ഞ പൂവാണല്ലോ. ഇതൊരു പ്രോഡക്റ്റ് അല്ലേ, അപ്പൊ അതങ്ങനെ. അപ്പം 1 2 3 ഓക്കെ 4 5 6 7 8 ഇത് എങ്ങനെയാണ്? ബ്ലാക്ക് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇവിടെയും കൂടി യെല്ലോ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും നോക്കായിരുന്നു. അപ്പൊ ഫുൾ യെല്ലോ വേണ്ടേ? ഫുൾ അതാണ് പറഞ്ഞേ. ഇത് ബ്ലാക്ക് ആണല്ലോ, സെയിം കണ്ടോ, ബ്ലാക്ക് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. നിനക്ക് ഞാൻ ആദ്യത്തെ റൗണ്ടിൽ ഇത് ബ്ലാക്ക് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ടൈറ്റ് ആണ് 8-8 ആണ്. സോ യു പ്ലേ വെൽ. കട്ടക്ക് പോവാ. നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത് ഡിസ്ക്വാളിഫൈ ചെയ്തതിൽ കാരണം ഇതിനകത്ത് ബ്ലാക്ക് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ബ്ലാക്ക് നമ്മുടെ ഗെയിമിൽ ഇല്ല. അപ്പൊ പിന്നെ അത് 50-50 ആണ്. ഒരിക്കലും അല്ല. ഇവിടെ ബ്ലാക്ക് ആണ്, ഇവിടെ ചെറിയൊരു ലൈനേ ഉള്ളൂ, ഇവിടെയും ബ്ലാക്ക് ആണ്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നോടാ. ഗെയിം ഈസ് ഗെയിം. ഡീറ്റെയിൽ ആയിട്ട് നോക്കണേ. ഫൗള് കാണിച്ചാ വാശി കയറും. എന്ത് ഫൗള്? നിനക്ക് ഞാൻ ഷുഗർ ഫ്രീ, ഇത് ഓറഞ്ച് അല്ല, കുഴപ്പമില്ല, ഇരിക്കട്ടെ. മഞ്ഞ ഷുഗർ ഫ്രീ ഓറഞ്ചിന് വിട്ട് തന്നെ ഞാനാ. അല്ലല്ല, നിങ്ങൾക്ക് അവര് കമന്റ് ഇടട്ടെ. എനിക്കിനി വേണ്ട ഇത്. അത് ബ്ലാക്ക്. എനിക്കിനി വേണ്ട. എനിക്കിനി വേണ്ട. ഓക്കെ, അടുത്ത റൗണ്ടിലോട്ട് പോവാം. തേർഡ് റൗണ്ട്. ഈ റൗണ്ടിൽ ടൈറ്റ് ആയി. അപ്പൊ 2 പേർക്കും 1-1. 2-2. ഓ സോറി, 2-2. ഓക്കെ, ഗെയിം ഓരോ റൗണ്ട് പോകും തോറും മുറുകുകയാണ് ഗൈസ്. കട്ടക്ക് പോവുകയാണ്. ആരും ജയിച്ചിട്ടില്ല. ടൈറ്റ് ആണ്. ഒരാളും സ്കോർ ചെയ്തിട്ടില്ല. എനിക്ക് മറ്റേ ഗെയിം ഓർമ്മ വരുന്നത്. ട്രൂത്ത് ഓർ ലൈ ഇതേ കണക്കായിരുന്നു. ടൈറ്റ് ആയി ഭയങ്കര ഒരു വാശിയായിരുന്നു. സോ തേർഡ് റൗണ്ട്. സ്റ്റോൺ പേപ്പർ പെൻസിൽ സീസർ. നടക്കുന്നതല്ല, ഭയങ്കര ടെൻഷൻ. എന്താണ് എടുക്കുന്നത് നിനക്ക്? കാരണം അടുക്കളയിൽ എല്ലാ കാര്യം അറിയാലോ. എനിക്ക് ഈ വീട്ടിലുള്ള കാര്യങ്ങൾ വീട്ടിലുള്ള എല്ലാവർക്കും അറിഞ്ഞിരിക്കണം അല്ലേ? ശരി, ഞാൻ എടുക്കണേ. എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഡിഗോ എന്ന് പറയുമ്പോൾ ഡാർക്ക് ബ്ലൂ എടുക്കാം. ഡാർക്ക് ബ്ലൂ. അപ്പോൾ ടൈമർ സ്റ്റാർട്ട് നൗ. ഡാർക്ക് ബ്ലൂ. നശിപ്പിക്കുന്ന ഡാർക്ക് ബ്ലൂ. ഡാർക്ക് ബ്ലൂ അല്ലേ? അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഡോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ എലിമിനേറ്റ് ചെയ്ത് ദൂരെ കളയും. അതാ തറയിലൊക്കെ പോകുന്നത്. ഓ മൈ ഗോഡ്. ടൈം 35 സെക്കൻഡ് ആയി. 36 ആയി, 38 ആയി. ഡാർക്ക് ബ്ലൂ മാത്രമേ ഞാൻ സമ്മതിക്കൂ, കാരണം ബ്ലൂ വേറെ ഉണ്ട്. ഗൈസ്, ടൈം 52 സെക്കൻഡ്. ഇവിടെ വെള്ളം വീണി ചെറുക്കം കൊണ്ട് ഒഴിച്ചാൽ ടൈം അപ്പ്. വാ. ഭയങ്കര പാടായിരുന്നു. ഏതൊക്കെ ക്വാളിഫൈ നീ പറഞ്ഞോ? ഇത് ഓക്കെ ആണല്ലോ. അത് ഓക്കെ. ഡാർക്ക് ബ്ലൂ ഓക്കെ. ഇത് ഓക്കെയാണ്. അത് ഓക്കെ. ഐപാഡിന്റെ ഇത് ഡാർക്ക് ബ്ലൂ ആണ്. അത് ഡാർക്ക് ബ്ലൂ ആണ്. ഇത് അത് ഓക്കെയാണ്. ഇത് അത് ഓക്കെ അല്ല ഗൈസ്, അത് ഓക്കെ അല്ല കേട്ടോ. അത് ലൈറ്റ് ബ്ലൂവും കൂടെ ആണ്. പിന്നെ കൂടാതെ പച്ചയും റെഡും എല്ലാം ഉണ്ട്. ഡോമിനേറ്റ് ചെയ്യുന്നത് അത് തന്നെ സംഭവം. അത് തന്നെ 1 2 3 4 പ്രോഡക്ട്സ് ആണ് ഗൈസ് ഞാൻ ഡാർക്ക് ബ്ലൂ എടുത്തിരിക്കുന്നത്. ഒട്ടും ടൈം കളയണ്ട, കാരണം ഇവിടെ തിങ്ക് ചെയ്യും. ഇത് ജസ്റ്റ് മാറ്റിയിടുക. ഇത് മാറ്റാ, അവനെ എടുക്കുക. അവിടെ വെച്ചോ. ഓക്കേ ഫൈൻ. അപ്പൊ കൂട്ടനെ ചെയ്താ. ഓക്കേ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഗൈസ്, എന്റെ തൊട്ടടുത്തിരുന്ന സാധനം ഞാൻ കണ്ടില്ലേ ഗൈസ്? ഡാർക്ക് ബ്ലൂ. മൈ ഗോഡ്. ഓ വായ് മോടെ. ഗൈസ്, ടൈം 15 സെക്കൻഡ്. ഒന്നൊന്നേ എടുക്കായിരുന്നു. ഒരെണ്ണം എടുക്കാവോ? ഞാൻ തറയിട്ട് ഒന്നൊന്നേ എടുക്കാവൂ. സോറി, എന്റെ മിസ്റ്റേക്ക് ആണ്. ഒന്നൊന്നേ എടുക്കാവൂ. ഓ ഗൈസ്, അവൾ അവിടെ നിന്ന് എടുക്കുന്നേ.
ടവൽ ടൈം നോക്കട്ടെ ഞാൻ ടൈം നോക്കട്ടെ 45 സെക്കൻഡ് 47 സെക്കൻഡ്സ് 47 സെക്കൻഡ് 50 സെക്കൻഡ്സ് ഗൈസ് ഡോമിനേറ്റ് ചെയ്ത കേട്ടോ ഈ റൗണ്ടിൽ ചറപ്പറ എടുത്ത് ഗൈസ് ചറപ്പറ എടുത്ത് കേട്ടോ ടൈം അപ്പ് അങ്ങനെ അവസരം തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇനി നീ പറയണം ഓരോന്ന്. ഓക്കെ ദിസ് വൺ ഓക്കെ ക്വാളിഫൈഡ് ദിസ് വൺ ക്വാളിഫൈഡ് ദിസ് വൺ ക്വാളിഫൈഡ് ദാറ്റ് വൺ അത് സിൽവർ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ആര് പറഞ്ഞു? ബാക്കിലൊക്കെ സൈഡിലൊക്കെ ബ്ലൂ ആണ്. ക്വാളിഫൈഡ് അത് ക്വാളിഫൈഡ് ആണോ ഡൗട്ട്. അല്ല അത് ക്വാളിഫൈഡ് അല്ല, അത് പല കളർ, എത്ര 3 കളർ ഉണ്ട് അത്. ജയിച്ചു. 2 3 4 5 6. അങ്ങനെ ആദ്യത്തെ റൗണ്ട് അവൾ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നു. 3-2 പോയിന്റിൽ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അടുത്ത റൗണ്ടിലോട്ട് പോവാം. ഓക്കെ ഗായ്സ്, ഇനി മൂന്നാമത്തെ റൗണ്ട് അല്ലേ? യെസ്, അല്ല നാലാമത്തെ റൗണ്ട്. നിനക്ക് 3 പോയിന്റ്, എനിക്ക് 2 പോയിന്റ് ആണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പോ സ്റ്റോൺ പേപ്പർ സിസർ കളിക്കാം. ഓക്കെ, ബോക്സിലോട്ട് ഇരുത്തു, പാർസൽ ചെയ്യും, എങ്ങോട്ടേലും പോട്ടെ. സ്റ്റോൺ പേപ്പർ സിസർ പെൻസിൽ ഇവിടെ. ഓക്കെ സോറി, സ്റ്റോൺ പേപ്പർ പെൻസിൽ സിസർ, സ്റ്റോൺ പേപ്പർ പെൻസിൽ സിസർ, സ്റ്റോൺ പേപ്പർ പെൻസിൽ സിസർ. റെഡ് ആയിരിക്കും. ഓക്കെ, എടുത്തിട്ട് നമുക്ക് ഇതിടാം. എടുത്തോ, പറ. ഗ്രീൻ. ഗ്രീൻ സ്റ്റാർട്ട്. ഗ്രീൻ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അല്ലേ? ഒന്നൊന്നേ എടുക്കാവൂ. എനിക്ക് അബദ്ധം പറ്റിപ്പോയതാ, ഒന്നൊന്നേ എടുക്കാവൂ. ആ കവറോട് ഇട്ടാൽ ഞാൻ ചിലപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്യും, കാരണം പറ്റത്തില്ല. ഞാൻ പറ്റത്തില്ല. ഞാൻ നാശമാക്കും മൊത്തം. ഇച്ചിരി പിച്ച് കൊണ്ടിട്ടാലും പോരെ. അത് പറ്റത്തില്ല. ഓ മൈ ഗോഡ്. ടൈം 32 സെക്കൻഡ്. അമ്പൂട്ടനാട്ടോ, സന്തോഷം. എല്ലാത്തിന്റെ ഫ്രിഡ്ജ് അടച്ചിട്ടില്ല. ഫ്രിഡ്ജൊക്കെ നാളെ അടയ്ക്കാം. വാശിയേറിയ മത്സരം, വാശിയേറിയ മത്സരം. പച്ചവളമൊക്കെ തേടി പച്ചവളമൊക്കെ ഇരിക്കുന്ന സ്ഥലം അറിയണ്ടേ മോനെ? ഇതിടാമോ ഇനി? ഇല പറഞ്ഞു ഇട്ടില്ലേ? ഇല്ല, ഇട്ടിട്ട്. ടൈം ഗൈസ്, ടൈം ഔട്ട് ആണ്. ടൈം ഔട്ട് ആണ്. ഞാൻ അടുക്കള നിന്നോണ്ട് കാണാനില്ല. ടൈം ഔട്ട് ആണ്. സന്തോഷം. ആ സമയമാകുമ്പോ ടെൻഷൻ ആവുന്നു. എടാ ഇത് ഞാൻ പിടിത്തിടണമെന്ന് വിചാരിച്ചിട്ടായിരുന്നതാ. ഓക്കെ ഓക്കെ, ഇനി മനസ്സിലായി. വിട്ടറേ. 1 2. എനിക്ക് ഞാൻ പറയും ക്വാളിഫൈഡ് ആണോന്ന്. ക്വാളിഫൈഡ് ആണ്. അടിയിൽ അതുണ്ടെന്നാലും പോട്ട്. 3 4. കുക്കുംബർ പീസ് അടപ്പ് 5. ഓക്കെ 5 ഐറ്റം എടുത്തിട്ടുണ്ട്. ഇനി എന്റെ ചോയ്സ് ആണ്. വേഗം എടുത്തില്ലെങ്കിൽ ഞാൻ തിങ്ക് ചെയ്യും. ഗൈസ്, ഇല എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ തന്നെ ഈ സാധനം എടുക്കാൻ പറ്റില്ല. പോട്ട് വരെ എടുക്കാൻ പറ്റില്ല. സ്പ്രൈറ്റ് എടുക്കാൻ പാടില്ല. കുക്കുംബർ എടുക്കാൻ പാടില്ല. ക്യാപ്പ് എടുക്കാൻ പാടില്ല. ക്യാപ്പ് എടുക്കാം, കാരണം ഒരേ നേരത്തെ ഏതിന്റെ ക്യാപ്പ് സെയിം കളർ. അത് നമ്മൾ ഡിഫറെന്റ് കളറിലായിരുന്നു എടുത്തത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഇനി എന്തായാലും നമ്മൾ റൂൾ കൊണ്ടുവന്നെയാണ്. ഒരാൾ എടുത്ത ഐറ്റം, കാറ്റഗറി ഐറ്റം, സെയിം ഐറ്റം നമ്മൾ എടുക്കാൻ പാടില്ല. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യട്ടെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഗൈസ് എല്ലാരും പുലി 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 പുലി. അത് ഗ്രീൻ ആണോ? അത് പർപ്പിൾ ആണ്. പർപ്പിൾ അല്ല, സോറി, വേറെ. നിനക്ക് വയ്യേ? ഓ ഗൈസ്, ഇത് കിച്ചൺ ടൂർ ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ടൈം കൂടെ നോക്കണേ. 35 seconds, 37 seconds. ഓ ഗ്രീൻ ചില്ലി എടുത്തു കേട്ടോ എൻ്റെ മോളെ. ഗൈസ് 51 seconds. 51 seconds.
അവകാട പച്ചയില്ലേ. ടൈം അപ്പ് ടൈം അപ്പ് ടൈം അപ്പ് ടൈം അപ്പ് ടൈം അപ്പ് ടൈം അപ്പ് ഓക്കേ ഓക്കേ. അയ്യോ ഞാൻ എന്റെ പൊന്നു ഞാൻ തിരിച്ചു വെച്ചതാ. ടൈം അപ്പ്. പേരൊക്കെ എടുക്കണ്ടേ? അത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. പേരൊക്കെ എടുത്തില്ലല്ലേ? ഞാൻ അവകാഡോ തപ്പിയതാണ്, പക്ഷെ അവകാഡോ ഗ്രീൻ ആണെങ്കിലും ബ്രൗൺ കളർ ഇരിക്കുന്നത്, അപ്പൊ പിന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യുമല്ലോ. സോ എന്തൊക്കെയാണ് സാധനം എടുത്തെന്ന് പറയാമോ? പച്ചമുളക് 1 2 3 ഓഫ് കോഴ്സ് 4. അത് ഡിസ്ക്വാളിഫൈഡ് ആണ്. എടാ ഇത് ലൈറ്റ് ഗ്രീൻ ആണ്. ലൈറ്റ് ഗ്രീൻ. ഇതിന് വേറൊരു കളർ ഉണ്ട്. ഇതിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇത് ഗ്രീൻ അല്ല. ശരി, ഇതിന്റെ കളർ പറ. വേറെ ഏതോ ഒരു കളർ അല്ലേ? ലൈറ്റ് ഗ്രീൻ അല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ ഇപ്പൊ എത്രമായി? 1 2 3 4 5 6. ഏട്ടനോ? 1 2 3 4 5. ആക്ച്വലി ഇത് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പാടില്ല. റൂൾസ് കൊണ്ടുവന്നാണ്, തെറ്റിക്കാനും പാടില്ല. 2 പോയിന്റ്. ഓക്കെ അപ്പൊ 4 2. ഓക്കെ 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 ശരി ഗൈസ്. അങ്ങനെ 4 പോയിന്റുകളോട് കൂടി മൃദുല മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ഉണ്ടായിരുന്നു, ഞാൻ പൊണ്ണ എടുത്തിട്ടാണ്. എനിക്ക് വെറും 2 പോയിന്റ് മാത്രമേ ഉള്ളൂ. എനിക്ക് വീട്ടിലെ സാധനങ്ങൾ എവിടൊക്കെയാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ കണ്ണിൽ നോക്കുന്ന സാധനങ്ങൾ എല്ലാം നമുക്ക് ഇടാൻ അത് കഴിഞ്ഞിട്ട് ചിന്ത വരുന്ന ഗൈസ്. ഇനി ഞാൻ തിരിച്ചു കൊണ്ടുവെക്കും, അയ്യോ ഇതിടായിരുന്നല്ലോ. പക്ഷെ എല്ലാ ഗെയിമിലും സ്റ്റോൺ പേപ്പറിൽ ഞാൻ വിൻ ചെയ്യുന്നത്. അതാ അപ്പൊ ലക്കില്ലെന്ന് പറയരുത്. സോ ലക്കില്ലെന്ന് പറയല്ലേ. അടുത്ത കളിക്കാം. 5ാമത്തെ റൗണ്ട്. സ്റ്റോൺ പേപ്പർ പെൻസിൽ സീസർ. പെൻസിൽ ഓടിക്കും ഇങ്ങനെ. ഓക്കെ ഇതിന് മാത്രം ലക്കുണ്ട്. നേരത്തെ വീണത് നൊന്തായിരുന്നോ? ഇല്ലല്ലേ, ചെറുതായിട്ട് തെന്നിയതേ ഉള്ളൂ. സ്പിരിറ്റ് പോയി. ഇനി ഉറങ്ങുമ്പോൾ വേന എടുക്കുമായിരിക്കും. എന്നാ ഞാൻ തടവി തരാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ റെഡി? ഓക്കെ. വരുന്നില്ലല്ലോ. എന്തൊരു ഒട്ടിപ്പോയോ? അത് റെഡ് ആപ്പം ഞാൻ എഴുതി ഒട്ടിച്ചതാ. റെഡ് 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 സ്റ്റാർട്ട്. ഓടിക്കോ. എല്ലാം ഒട്ടിച്ച് കൊണ്ടിടുന്നല്ലേ കള്ള. ചുവന്ന പഴം. ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു ഏട്ടാ, എന്താ ഏട്ടാ നമ്മൾ മഞ്ഞയ്ക്ക് പഴം എടുക്കാഞ്ഞേ, അതുകൊണ്ട് റെഡ് വന്നപ്പോ ചുവന്ന പഴം എടുക്കും. കൺഫ്യൂസ് ആകാതെ മിണ്ടായിരിക്കാമോ? ഞാൻ റഫർ ഒന്നൊന്ന് ഓരോന്ന്. സോറി. അല്ല അതിട്ടോ എടുക്കണ്ട. ഓരോന്ന് എല്ലാം അങ്ങ് ഫ്രിഡ്ജ് തുറന്നങ്ങ് എടുത്തല്ലേ. ഓടെ മാസ്. അയ്യോ ഞാൻ ടൈം നോക്കുന്നില്ലായിരുന്നു, രക്ഷപ്പെട്ടു. 53 സെക്കൻഡ്. ഓക്കെ 57. ബ്യൂട്ടി പ്രോഡക്ട്സ് എടുക്കാൻ പാടില്ല. ടൈം അപ്പ്. അതൊന്ന് വെച്ചേരെ. ടൈം അപ്പ് ആണ്. ഒന്നാമത് ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ്, അതിന്റെ കൂടെ ടൈം. ഓക്കെ നോക്കി, ഈ ചെറുക്കം പോയി കഴിഞ്ഞാൽ എല്ലാം വാരി വലിച്ചിടുന്നോണ്ട് അവിടെ ഇവിടെ. ഞാൻ അത് കണ്ടായിരുന്നു. ഈ അവിടെ അതിനി വരത്തില്ല. കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഓറഞ്ചോ? ഞാൻ കയ്യിലെടുത്ത ഓറഞ്ചാ നീ എടുത്ത. എല്ലാത്തിനും എന്റെ ഒന്നുമില്ല. ടൈമാണ് വിഷയം. ഒരുപാട് തിങ്ക് ചെയ്യാൻ കിട്ടി. സെക്കൻഡുള്ള ലക്കാണല്ലേ. ഞാൻ പിന്നെ എണ്ണിക്കോളാം. പറയണം. ഞാൻ പിന്നെ നോക്കുന്നില്ല. ഇല്ല, ലാസ്റ്റ് ഒന്നിച്ചെണ്ണ. ശരി. റെഡി? അതിനുള്ള ടൈം തിങ്ക് ചെയ്യാൻ ടൈം കൊടുക്കാത്തോണ്ടാണ്. റെഡി സ്റ്റാർട്ട്. ഞാൻ അത് കണ്ടായിരുന്നു ഗൈസ്, പിന്നീട് കണ്ടത്. ഓക്കെ അത് എന്റെ കോപ്പി. ഓക്കെ ആരുടെ കോപ്പി ആയാലും എന്താ? മിക്സി. ഓ മൈ ഗോഡ്. മിക്സി ഗൈസ്. എടി എന്നെ നിക്കറുണ്ട് അതിനകത്ത് എടുത്തിറി. ജെട്ടി ഉണ്ട്. ഓ ഇതൊന്നും വാരി അല്ല ഇപ്പൊ ഞാൻ വാരി വലിച്ചില്ല, പക്ഷെ ഞാൻ തിരിച്ചു വെക്കും. ഗെയിമിൽ തന്നെ ഞാൻ എന്റെ ടൈം എടുത്ത് തിരിച്ചു വെക്കാം. അത് നമുക്കൊന്ന് പരീക്ഷിക്കാൻ. ഒരു പരീക്ഷണവും ഇല്ല, എനിക്ക് തുറന്നിടാൻ വയ്യാത്തോണ്ടാ. വൈറ്റ് ആണ് കൂടുതൽ. നിനക്ക് ടൈം അപ്പ്. ഓക്കെ. ഡിസ്ക്വാളിഫൈഡ് ആയത് ഞാൻ ആദ്യമേ പറയാം. ഇത് കിംചി ഇത് ഒഴികെ ബാക്കി എല്ലാം ഓക്കെയാണ്. അത് വൈറ്റാ കൂടുതൽ.
വൈറ്റ് ഈസ് ഡോമിനേറ്റ് ചെയ്തിരിക്കും. ബാക്കിയെല്ലാം ആദ്യം ഏട്ടന്റെ എണ്ണ. ഓക്കെ എന്റെ എണ്ണിക്കോ. എനിക്ക് എവിടെ തന്നെ ജയിച്ചത്? സ്ട്രോബെറി അല്ല റംബൂട്ടാൻ, ഓക്കെ, ടൊമാറ്റോ സോസ്, ചുമന്ന പഴം, സ്ട്രോബെറി, ബെറി, പിന്നെ ഇതിലെ സാധനം പൂവിന്റെ സാധനം പില്ലോ. അപ്പൊ 1 2 3 4 5 6 7 ഐറ്റം എടുത്ത് ഞാൻ മിക്സി 1 2 3 4 5 6 7 ഇതോടെ എടുത്തെങ്കിൽ ഞാൻ ജയിച്ചേനെ. 5-3 കണ്ണി കണ്ടില്ലല്ലോ. ഇനി ഉണ്ട് കേട്ടോ, ഇനിയുണ്ട് സാധനങ്ങൾ, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത റൗണ്ട്. ഓക്കെ ഗൈസ്, ഈ കളിയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് നമ്മൾ. പിന്നെ വേറൊരു കാര്യം, അടുത്ത റൗണ്ടിൽ ലൈറ്റ് ബ്ലൂ വരുമല്ലോ. നമ്മളിപ്പോ ഇൻഡിഗോ ബ്ലൂ ആണ് എടുത്തത്. ലൈറ്റ് ബ്ലൂ വരുമ്പം അത് ടഫ് ആയിരിക്കും. കാരണം ആൾറെഡി നമ്മൾ ബ്ലൂ എടുത്ത് ലൈറ്റ് ബ്ലൂ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം തുടങ്ങാം. 6ാമത്തെ റൗണ്ടേ. ഓക്കെ, സ്റ്റോൺ പേപ്പർ പെൻസിൽ സീസർ. സ്റ്റോൺ പേപ്പർ പെൻസിൽ സീസർ. എന്തുവാടാ ഏട്ടാ, ഇതിന് മാത്രം നമ്മളെ ആർക്കും തോപ്പിക്കാൻ പറ്റൂല ഗൈസ്. കേട്ടോ, വെള്ളയും ബ്ലാക്കും ആയിരുന്നെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടിയത്. എടുക്കണേ. ഓക്കെ ഓക്കെ, വയലറ്റ് വയലറ്റ് പർപ്പിൾ കളർ അറിയത്തില്ല. പർപ്പിൾ കളർ വയലറ്റ് ഏതായാലും ഞാൻ അംഗീകരിക്കും. എന്തെങ്കിലും ചെയ്യാം, ഞാൻ ലാസ്റ്റ് പറഞ്ഞോളാം. കളർ മനസ്സിലായില്ലേ? പർപ്പിൾ കളറ്. അത് ഏകദേശം പർപ്പിൾ വരും. എനിക്ക് ട്രൈപോഡ് മാറ്റിയിട്ടോ, അല്ലെങ്കിൽ വീഴും. പറക്കിട്ടോ, ഞാൻ ഡിസ്ക്വാളിഫൈ ചെയ്തോളാം. മൈ ഗോഡ്, ടഫാണ് ഇത് ഗൈസ്. 40 സെക്കൻഡ് ആയേ. 43. പിച്ചല്ലേ, 52, 53, 54. നേരത്തെ അത്ര സ്പീഡ് ഇല്ലല്ലേ? ഇല്ല, എനിക്ക് അറിയത്തില്ല. പർപ്പിൾ ടൈം അപ്പ് അറിയത്തില്ലേ? ടൈം അപ്പ് ഒക്കെ ആയി. ബാ മാറ്റി വെച്ചു, എന്നിട്ട് നോക്കാം, ഒരുമിച്ച് നോക്കാം. ഇതെല്ലാം ക്വാളിഫൈഡ് അല്ലേ? ഞാൻ പറയാം ലാസ്റ്റ്. ഞാനിവിടെ എടുത്തിട്ട് ഇതാണ്. അത് പർപ്പിൾ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ അറിയായിരുന്നല്ലേ? ഓക്കേ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. ടഫാണ് കേട്ടോ. ഏട്ടൻ എടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായി പർപ്പിൾ കളർ നല്ല ടഫാണ്. ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. ഈ കണ്ടു ഓർമ്മ, ദിസ് ഈസ് നോട്ട് പർപ്പിൾ. പർപ്പിൾ ഞാനൊരു ഉള്ളി എടുത്ത് എല്ലാം എന്റെ ഈ ഷെൽഫാണ്. ടൈം ആവാറായിട്ടുണ്ട്. ഞാൻ ചുമ്മാ ടെൻഷൻ ആക്കുക. അത് പിങ്ക. അത് പർപ്പിൾ അല്ല. പിന്നെ 45 seconds. Guys, 50 seconds. 10 seconds left. 10 seconds left. That is not purple. Pinga. Okay, guys. ഇതാണ് പർപ്പിൾ. Guys, time up. Guys, അപ്പോ ഇതിപ്പോ നമ്മൾ ഏകദേശം അടിയാവുന്ന എല്ലാ കോളും ഉണ്ട്. ഗൈസ്, ഇതാണ് പർപ്പിൾ. ഇതാണ് this one is violet. ഇത് വയലറ്റ് അല്ലേ? പർപ്പിൾ എങ്ങനെയാവുന്നത്? എടാ, വയലറ്റ് ഇത് എക്സാക്ട് കളർ നിനക്ക് കിട്ടിയോ? അപ്പൊ അതിന്റെ ആ ഒരു ഷെയ്ഡ് വരുന്ന പർപ്പിളും എടുക്കാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് പർപ്പിൾ ആണല്ലോ. അപ്പൊ ഇതും പർപ്പിൾ ആണല്ലോ. നമുക്ക് നോക്കാം. ആദ്യം ഏട്ടന്റെ നോക്കാം. ഇതും കൂടെ മാറ്റി. ക്വാളിഫൈഡ്. ഇതില് വൈറ്റ് ആണ് പോകുന്നത്. ഗായ്സ്, അത് ലിക്വിഡ് പർപ്പിൾ ആണ്. മൊത്തം പർപ്പിൾ ആണ്. ഇത് മൊത്തം ക്വാണ്ടിറ്റി ഫുൾ പർപ്പിൾ ആണ്. മൃദുലേ നോക്ക്. മൃദുലേ വെള്ളമായിട്ടായിരിക്കും. അടപ്പും ആ എഴുത്തും ഓക്കെ. ക്വാളിഫൈഡ്. ഡിസ്ക്വാളിഫൈഡ്. ഇത് ഈ കളർ പോലും അല്ലടാ. നീ ഒന്ന് നോക്ക്. ഇത് ഈ കളർ പോലും അല്ല. പർപ്പിൾ പോലും അല്ല. അത് ക്വാളിഫൈഡ് ആണ്. ഇത് വയലറ്റ് അല്ല, പർപ്പിൾ. ഈ ഒരു കളർ ഞാൻ കൊടുക്കാം. ക്വാളിഫൈഡ്.
അത് ഇത് റോസും വെള്ളയൊക്കെയാണ് കൂടുതൽ. എടേ എന്നാ പിന്നെ നിനക്ക് ഇതൊന്നും തരാൻ പറ്റത്തില്ല. ഇതേ സെയിം കളർ ഒക്കെ അങ്ങനെ നിനക്ക് ഇത് തരാൻ പറ്റത്തില്ല. അങ്ങനെ പറയരുത്. ഞാൻ എന്റെ മനസാക്ഷി കൊണ്ട് ഞാൻ ക്വാളിഫൈഡ് തരുവാണ്. ഓക്കെ, അപ്പൊ 1 2 3 4 പ്രോഡക്റ്റ് അല്ലേ? ഓക്കെ, പിന്നെ എന്റെ ഇതെന്താണ്? ഇത് കറക്റ്റ് എക്സാക്ട് വയലറ്റ് ആണ്. 1 2 ഇതപ്പം തരാൻ പറ്റത്തില്ല. തരണം. ഇത് തന്നെങ്കിൽ അത് തരണം. താഴെ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ 4 ടൈ ആയില്ലേ? ഇത് വേറെ കളറാണ്. ഗയ്സ്, ഇതാണ് വയലറ്റ്. അല്ല വയലറ്റ് അല്ലല്ലോ നമുക്ക് വന്നേ. വയലറ്റാ വന്നേ. എന്തേ? അത് വേറെ കളർ. വയലറ്റാ വന്നേ. എടാ വയലറ്റ് ഇല്ലാത്തോണ്ടാണ് ഞാൻ പർപ്പിളും വയലറ്റും ഏകദേശം ഒന്നല്ലേ ഗയ്സ്? ഏകദേശം ഒരു കളർ കാണാം. എന്നാ പിന്നെ ഇത് മാത്രം ഒന്ന് ഞാൻ എടുത്തേക്കുന്ന ഞാൻ ചെയ്തു. അങ്ങനെ പറ്റത്തില്ലല്ലോ, ടൈ അല്ലേ? അല്ല, നമുക്ക് റൂളായിട്ട് പോവാം. സോ ഇതാണ് യഥാർത്ഥ കളർ, വയലറ്റ് എന്ന് പറയുന്നത്. വേണ്ട, ടൈ. ഓക്കെ ഫൈൻ, ടൈ. കാരണം ഞാൻ തോന്നി എടുത്തല്ലോ ഈ കളറൊക്കെ. ഈ എങ്ങനെയായാലും കണക്ക് തന്നെ അവള് ഡോമിനേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഒരു വിഷമോ? ഞാൻ നിന്റെ ഭാര്യയല്ലേടാ. അതിന് ഗെയിം ഈസ് ഗെയിം. ഓട് കണ്ടം വഴി. അപ്പൊ അടുത്ത റൗണ്ടിലോട്ട് പോവാം. ലാസ്റ്റ് റൗണ്ട്. 7ാമത്തെ റൗണ്ട്. എത്രാന്ന് പറ? 6 4 ഗൈസ്, എനിവേ ഫൈനൽ റൗണ്ട് ആണ് അടുത്തത്. സോ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് മൃദുല തന്നെയാണ്. 6 റൗണ്ട്. എനിക്ക് 6 റൺ. 6 റൗണ്ട് 6 റൺ. അപ്പൊ ഞാൻ ഒരെണ്ണത്തിൽ ജയിച്ചോളൂ? അല്ല, 2 ഞാൻ ജയിച്ചു. ഞാൻ ജയിച്ചു. ഞാൻ 2 ജയിച്ചു. ബാക്കി എല്ലാത്തിലും എനിക്ക് ടൈ ആയിരുന്നു. ഞാൻ ഇതുവരെ ഒന്നിലും തോറ്റിട്ടില്ല. ഓക്കെ, പക്ഷേ മൊത്തത്തിൽ ഇത് ജയിച്ച ഞാൻ. ഗൈസ്, പിന്നെ ഒരു കാര്യം, നമുക്ക് ലാസ്റ്റ് കളർ ഏതാണെന്ന് അറിയാം. അത് ബ്ലൂ ആണ് അല്ലേ? അപ്പോൾ ലൈറ്റ് ബ്ലൂ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ലൈറ്റ് ബ്ലൂ അല്ലാത്തതൊന്നും നമ്മൾ അംഗീകരിക്കത്തില്ല. ലൈറ്റ് ബ്ലൂ ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഏട്ടൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അല്ല, നമ്മൾ കളർ കാണിക്കാം. ഏതാണ് ലൈറ്റ്? അമ്പൂട്ടിന്റെ ടോയിന് കാണിക്കാം. അപ്പൊ ടോയ് എന്തായാലും പറ്റൂലല്ലോ. ഈ 2 ഇൻഡിഗോ മഴവില്ലിന് അങ്ങനെ കൊണ്ടുള്ള കാര്യം ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. നീ പഠിച്ചിട്ടില്ലേ? മഴവില്ലൊക്കെ പഠിച്ച് മറന്നു പോത്തില്ലേ? മഴവില്ല കളർ ഓർത്തിരിക്കും. അമ്പൂട്ടന്റെ ടോയിൽ പല കളർ. സത്യം, അത് മാത്രം മതി അവന്റെ ടോയ്. ഇതാണ് ലൈറ്റ് ബ്ലൂ. ഇത് നമ്മൾ ഇവിടെ വെച്ചേക്കും. ഇതിന് സാമ്യം വരുന്നത് ക്വാളിഫൈ ചെയ്യും. ഗൈസ്, ഞാൻ ആദ്യമായിട്ടിരിക്കുന്ന ഒരു സാധനം. ഓക്കെ, സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ അല്ല, സ്റ്റോൺ പേപ്പർ പെൻസിൽ സിസർ. യോ, ജയിച്ചു മകൻ. ഫൈനലി ജയിച്ചു നീ. അത് തന്നെ ലാസ്റ്റ്. ഇതല്ലേ ടഫ്. അതെനിക്ക് ആദ്യം കിട്ടി. കളർ ബ്ലൂ ലാസ്റ്റ് കഴിഞ്ഞു. സ്റ്റാർട്ട് ചെയ്യട്ടെ? സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, ലൈറ്റ് ബ്ലൂ കറക്റ്റ് കേട്ടോ. അടിപൊളി. ഓ മൈ ഗാഡ്, അത് ലൈറ്റ് ബ്ലൂ അല്ല കേട്ടോ. കുഴപ്പമില്ല, ഞാൻ കൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. അത് വേറെ കളറാ. ഓ, അത് ലൈറ്റ് ബ്ലൂ കറക്റ്റ്. അമ്പൂട്ടാ ഹെൽപ്പ് ചെയ്യാ. അമ്പൂട്ടാ, അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. അത് കറക്റ്റ് ലൈറ്റ് ബ്ലൂ. അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ അമ്പൂട്ടാ. അടുക്കള നിന്നങ്ങ് തിരിയുക തന്നെ. ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ടൈം ഇതല്ലേ? ഗ്രീനെ കൊണ്ട് അത് പറ്റത്തില്ല. സോ ടൈം 46 47 seconds, 50 seconds, 51 seconds, 52 seconds, 53 seconds, 55, 56. Time up. Time up. അത് വന്നു. ഓക്കെ. ഓ, ഇത്ര ഹൈറ്റ് എടുത്താൽ സ്റ്റാർട്ട് ആയില്ല. സ്റ്റാർട്ട് ആക്ക്. ഓ, എടുക്കാ. പൊട്ടിക്കല്ലേ. അത് ലൈറ്റ് ബ്ലൂ ഉണ്ട്. അയ്യോ, ഞാൻ ബോക്സിൽ നിന്ന് മാറ്റി വെക്കാനുള്ള സമയം കിട്ടില്ല. കുഴപ്പമില്ല, ടേബിളിൽ കൊണ്ടുവച്ചാലും മതി. ടൈം 16 സെക്കൻഡ്. ലാസ്റ്റ്, ഈ ഗെയിമിൽ തന്നെ ലാസ്റ്റ് റൗണ്ട് ആണ് ഏട്ടാ. ഇപ്പൊ എല്ലാരും കണ്ടു കാണും.
ഏട്ടന്റെ അണ്ടർവെയർ ലൈറ്റ് ബ്ലൂ ആ എടുത്തിടുന്നു. അത് ശരിയായിരുന്നു. ടൈം കളയാതെ വേറെ ചെക്ക് ചെയ്യ്, വേറെ എവിടെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ടോ. ടൈം കളയാതെ. 48 സെക്കൻഡ്, 49 സെക്കൻഡ്. ബ്യൂട്ടി പ്രോഡക്ട്സ് പാടില്ല. ഇറ്റ്സ് ഓക്കെ, ഫൈൻ, ഫൈൻ. അത് സ്കിൻ ടൈം കഴിഞ്ഞാണല്ലോ. ടൈം അപ്പ്, ടൈം അപ്പ്, ടൈം അപ്പ്, ടൈം അപ്പ്, ടൈം അപ്പ്. എനിക്കൊന്നും കിട്ടില്ല. ഓക്കെ, പിന്നെ നോക്കാം. ഈ പ്രാവശ്യം ഏട്ടൻ നോക്കോ. അപ്പൊ ഗായ്സ് ലാസ്റ്റ് റൗണ്ട്, ലാസ്റ്റ് ഞാൻ എണ്ണമാണ് നിന്റേത്. ഓക്കെ. സോ ദിസ് ഈസ് വൈറ്റ് ആൻഡ് ബ്ലൂ മിക്സ് ആണ്. സോ പോയിന്റ് തരാം. 1. ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത് കറക്റ്റ് കളർ നോക്കാൻ വേണ്ടി. ഇത് മാറ്റി ഇതെന്തിനാ? ഇത് ആളുടെ ഡെമോക്ക് എടുത്ത് വെച്ചേ. കറക്റ്റ് കളർ നോക്കാലോ, അല്ലെന്ന് പറയാലോ. 2. സോ ഇത് ഡിസ്ക്വാളിഫൈഡ് ആണ്. ഡിസ്ക്വാളിഫൈഡ് ആണ്. വേറെ കളറാ. ഓക്കെ. ഓക്കെ. 3 അല്ല 3 4 5 5. ഇനി ഞാൻ ക്വാളിഫൈഡ്. ഞാൻ ഡിസ്ക്വാളിഫൈഡ്. ക്വാളിഫൈഡ്. ദിസ് വൺ ക്വാളിഫൈഡ്. അല്ല, ഇത് എടുത്ത പ്രോഡക്റ്റാ നമ്മൾ പറഞ്ഞു. എടുത്താണ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഞാൻ 2 ഉള്ളൂ. നീ ഒരെണ്ണത്തെ പോലും തോറ്റില്ലല്ലോ. മരമാക്രി. അപ്പം എല്ലാ റൗണ്ടിലും ടൈറ്റായി ആയി. ഒരു റൗണ്ടിൽ പോലും മൃദുല തോറ്റിട്ടില്ലായിരിക്കും. 7-5. യെസ്. അപ്പം കൺഗ്രാറ്റുലേഷൻസ്. ഒരു ബിഗ് ക്ലാപ്പ്. ഈ ഒരു ചലഞ്ചിൽ വിൻ ചെയ്തിരിക്കുന്ന മൃദുലയ്ക്ക് കൺഗ്രാറ്റുലേഷൻസ്. സോ അടിപൊളി ഒരു വാശിയേറിയ ചലഞ്ച് തന്നെയായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തു. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു. ആദ്യത്തെ ആ കുറച്ച് റൗണ്ട്സ് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. രണ്ടുപേരും കട്ടക്കി നിന്നു. പിന്നെ എനിക്ക് അങ്ങോട്ട് ശോഭിക്കാൻ സാധിച്ചില്ല. എനിക്ക് സോ നെക്സ്റ്റ് ടൈം നമുക്ക് ഇതിനെക്കാട്ടി ബെറ്റർ ആക്കാം. അടിപൊളി ചലഞ്ചുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ ഫൈൻഡ് അപ്പ് ചെയ്യല്ലേ? ഇല്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയില്ല. ഞാനും കൂടെ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള വഴി കാണുന്നവരെ ബൈ. അങ്ങോട്ട് ഇഷ്ടപ്പെട്ട ഗെയിം ആയിരുന്നു.